24K ഗോൾഡോ, ഗോൾഡൻ ടെസ്ല, 24 ക്യാരറ്റ് ഗോൾഡ്. യാ മോനെ. ഹലോ ഗൈസ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഞാനൊന്ന് ഗോൾഡ് സൂക്ക് വരെ പോവാണ്. സോ ആ ഒരു ജേണി ഞാൻ എന്തായാലും ഡോക്യുമെൻ്റ് ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ മുടി ഒന്ന് വെട്ടണം. എൻ്റെ മുടി കണ്ടില്ലേ, കച്ചറായിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ മുടി വെട്ടണം. അപ്പം മുടിയും വെട്ടി കൊന്ന് ഫ്രഷായി എന്നിട്ട് അവനെ കാണാനായിട്ട് നമുക്ക് ഗോൾഡ് സൂക്കിൽ പോവാം. ഓക്കെ, അപ്പം നിങ്ങൾ യാത്രയൊക്കെ കണ്ടിട്ടോ. ശരി, ബൈ. മുടിയൊക്കെ വെട്ടി നല്ല കുളിച്ച് കുട്ടപ്പനായി. ഓക്കെ, ഇപ്പം നേരെ ഗോൾഡ് സൂക്കിലേക്ക്. ഇതാ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിലാണ്, അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ആക്ച്വലി നിൽക്കുന്നത്. ഓക്കെ, അടിപൊളി കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട്. സോ ഭയങ്കര ഈസിയാണ്. പാർക്ക് നടക്കാൻ പോവാം. പിന്നെ പള്ളിയുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് എന്താ പറയുക, സിറ്റി സെൻറ്റർ ഉണ്ട്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, അങ്ങനെ. സോ ഇപ്പം നേരെ മെട്രോയിലേക്കാണ് പോകുന്നത്. കാരണം ഇവിടെ നിന്ന് മെട്രോ എടുക്കണം എനിക്കിനി ഗോൾഡ് സൂക്കിലേക്ക് പോകണമെങ്കിൽ. We are approaching Dera City Center. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് മെട്രോയിൽ നമ്മൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പപ്പ് ചെയ്യുന്നത്, മറ്റേ മെഷീൻ ടോപ്പപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തന്നില്ല. സോ ഹോപ്പ് കുറച്ച് എഡ്യൂക്കേഷനിലായിരുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് കരുതുന്നത്. ഇന്ന് അതുകൊണ്ട് എന്തായാലും ഞാൻ ടോപ്പപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ട് മെട്രോ കാർഡിൽ. സോ ഡയറക്റ്റ് മെട്രോയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. സിറ്റി സെൻറ്ററിൻ്റെ അതോടി തന്നെയാണ് പോകുന്നത്. ഓക്കെ, മെട്രോയുടെ അങ്ങോട്ടേക്ക്. പിന്നെ ഓക്കെ, ഒരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇൻഷാല്ലാ അത് നാളെ കഴിഞ്ഞോ ആക്ച്വലി കിട്ടും. അത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ഉണ്ടാവും. ഓക്കെ, സോ അൺബോക്സിങ് വീഡിയോക്കും സ്റ്റേ ട്യൂൺഡ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഞാൻ കറൻ്റ് ഇപ്പോൾ ദേര ആ ഒരു ഏരിയയിലാണ്, സിറ്റി സെൻറ്റർ ക്ലോസ് ബൈ. അപ്പം ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ, ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വൈബ് തോന്നിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് കിട്ടുന്ന ടൈമിൽ അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ഞാൻ അങ്ങോട്ടേക്കൊക്കെ ട്രാവൽ ചെയ്തിട്ട് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, അപ്പം നമുക്ക് മെട്രോയുടെ അവിടെ വെച്ച് ഇൻഷാല്ലാ കാണാം. ഞാൻ ആദ്യം കരുതിയത് ഞാൻ ദേര സിറ്റി സെൻറ്ററിനകത്തുകൂടി മെട്രോയിലേക്ക് പോകാമെന്നാണ്. പിന്നെ പകുതി വെച്ചങ്ങ് ഞാൻ പ്ലാൻ മാറ്റി. ഇപ്പോൾ ഒരു ദേര സിറ്റി സെൻറ്ററിൻ്റെ അവിടെ സൈഡ് വാക്ക് ഉണ്ട് ഇങ്ങനെ. ഓക്കെ, നല്ല ഗാർഡനും മരവും ഒക്കെ സെറ്റ് ചെയ്തിട്ട് മനോഹരമായ സൈഡ് വാക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ സൈഡ് വാക്ക് വഴി നടന്നു പോകാമെന്നാണ് കരുതുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ദുബായ് ലൈഫ്. നിങ്ങൾക്ക് ഹോട്ടൽസൊക്കെ കാണാം, അടിപൊളിയാട്ടോ. ഇവിടെയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഏകദേശം ഒരു നല്ല ബഡ്ജറ്റാവും. ഇത് മറീന ഏരിയ ആണ്. സോ മറീന ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിലൊക്കെ ഇവിടെ ഇവൻ ഹോട്ടൽസ് എടുക്കണമെങ്കിൽ തന്നെ ആവറേജ് ഒരു 200-300 AED പെർ നൈറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ മെട്രോ എത്തി. ഇതാണ് ദേര സിറ്റി സെൻറ്ററിൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷൻ. പോലീസ് ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതാണ് ദേര സിറ്റി സെൻറ്ററിലെ മെട്രോ സ്റ്റേഷൻ. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഓക്കെ, ഇനി മെട്രോ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര മനോഹരമായിട്ടാണ് കേട്ടോ മെട്രോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ റോഡും അതേപോലെ അണ്ടർഗ്രൗണ്ടാണ് നമുക്ക് മെട്രോ. അപ്പം ഞാനിപ്പോൾ എന്തായാലും എസ്കലേറ്റർ ഇറങ്ങി താഴെ പോകേണ്ടി വരും എനിക്ക് മെട്രോ ആക്സസ് ചെയ്യാൻ. മെട്രോ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വെറും ഫസ്റ്റ് ലെവലാണ്. ഇതിൻ്റെയും കുറച്ചും കൂടി താഴെയാണ് മെട്രോ വെച്ചിരിക്കുന്നത്. അത്ര ഡീപ്പായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും നല്ല സേഫാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ദുബായിൽ തന്നെ UAE തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമാണ് ഈ മെട്രോ എന്ന് പറയുന്നത്. ദുബായ് മെട്രോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം മെട്രോ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, നിങ്ങളുടെ മെട്രോ ടോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ പൈസ ഇടാൻ പറ്റുന്ന മെഷീനാണ് കേട്ടോ. നോയൽ കാർഡ് എന്നാണ് ഇവിടുത്തെ കാർഡുകൾ വിളിക്കുന്നത്. ഞാനിനി ഇവിടെ പോയി ടാപ്പ് ചെയ്യുമ്പോൾ ഒരു സംഭവിക്കും, കാർഡ് ഡിക്ലെയർ ആകും. ഇതിലൊരു രസമുണ്ട്. ഞാൻ കാർഡൊന്നും
എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് 2 കാർഡുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് മാറി എടുത്തുകൊണ്ടാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പഞ്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ കട്ട പോസ്റ്റായിട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത ഭാഗം അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി എനിക്കിനി ഒരു സ്റ്റേഷൻ കൂടി കയറി ഇറങ്ങണം ഗോൾഡ് സൂക്കിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞാൻ ഓടിച്ചെന്ന് ലിഫ്റ്റ് പിടിക്കട്ടെ. ലിഫ്റ്റ് പിടിച്ച് മുകളിലിറങ്ങി മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഞാൻ താഴെ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത മെട്രോ കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കാത്തത്. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല, ബട്ട് അത്യാവശ്യം നല്ല തിരക്കാണ്. ഓക്കെ, എക്സൈറ്റഡ് ടു മീറ്റിംഗ് ബൈ. അങ്ങനെ ഗോൾഡ് സൂക്ക് എത്തി. ഇതാണ്ട ബിൽഡിംഗ് ഉണ്ട് ബാക്കിലത്തേക്ക്. ഇതാണ് മക്കളെ ഗോൾഡ് സൂക്ക്. ഓക്കെ, എക്സാക്റ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ടില്ല. ഞാനപ്പം അവൻ്റെ അങ്ങോട്ടേക്ക് നടക്കട്ടെ. ആ ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, അല്ല സെറ്റ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് മാർക്കറ്റ് ഗോൾഡ് സൂക്കിൻ്റെ. ഇത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഓക്കെ, മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഇപ്പം മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. അടിപൊളിയല്ലേ? മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങണം. എനിക്ക് ഗൂഗിൾ മാപ്സിൽ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരമാണെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പെർഫ്യൂം ഷോപ്പുണ്ട്, യൂസഫ് ബായ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് പുള്ളിയുടെ പെർഫ്യൂം ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ സെൻറ്റൊക്കെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട്. സോ അത്യാവശ്യം കുറച്ച് ഫെമിലിയറാണ്. പക്ഷേ പുതിയതായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ പേഴ്സും ബാക്കിയുള്ള എല്ലാ ബിലോങ്ങിങ്സും കയ്യിൽ നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വലിച്ചിട്ട് നടക്കരുത്. ഓൾവേസ് ശ്രദ്ധ വേണം. ഇവിടെ അടിച്ചു മാറ്റുമെന്നൊന്നും പറയുന്നില്ല, കുറവാണ്. പക്ഷെ എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കാണാൻ പോകും. ഒരു കൂട്ടുകാരനെ കാണാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരും ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. എന്നാലും അവനെ കാണാനായിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഞങ്ങൾ എന്തായാലും കണ്ടുമുട്ടാൻ പോകുന്നത്. അപ്പം എനിക്ക് അവൻ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. സോ അതനുസരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ക്യാമറ അത്യാവശ്യം താത്തി പിടിച്ചിരിക്കുന്നത് ഒന്നുമല്ല, എനിക്ക് നല്ല ചമ്മലാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായതുകൊണ്ടായിരിക്കും. പേടിക്കണ്ട, കുറച്ച് കാലം ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് ശീലമായിക്കോളും. ഈ ബ്രിഡ്ജിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സൈഡിൽ കുറേ ഡിസൈനൊക്കെയുള്ള, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. എന്നാലും നല്ല തിരക്കുമുണ്ട്. അതേപോലെ തൊട്ടപ്പുറത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഏരിയ ആണ്. സോ അങ്ങോട്ടേക്കാണ് ഞാൻ നടക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെയാണ് കേട്ടോ പോകുന്നത്. അവനവൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ എന്തായാലും അടുത്തെത്താറായി. അവനെ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. താഴെ നമുക്ക് വണ്ടികളൊക്കെ പോകുന്നതാണ് കേട്ടോ. പറയൂ മോൻ, എന്നോട് വിശേഷം? നല്ല തന്നെ അല്ലേ? ആഹാ, പിന്നെ എങ്ങനെയുണ്ട് ദുബായ്? ദുബായ് കുഴപ്പമില്ല. അപ്പൊ 2 ദിവസമായിട്ടില്ലോ, നമുക്ക് നോക്കാം. ദിവസങ്ങളുണ്ടല്ലോ ബാക്കി. ഓക്കെ, ശരി. അപ്പം ഞാൻ ഇവൻ്റെ കൂടെ പോയി അടിച്ചു വിളിക്കട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ താടെ ചർക്കനുമായിട്ട് പ്ലാറ്റർ. അപ്പോൾ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ? തുടങ്ങിയോ? യുദ്ധം ആരംഭിക്കും. യുദ്ധം കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ സാധനം ഞാൻ പോയിട്ട് കഴിക്കണം. എനിക്ക് നല്ല വിഷപ്പെട്ടു. സോ 24K ഗോൾഡോ, ഗോൾഡൻ ടെസ്ല 24 ക്യാരറ്റ് ഗോൾഡ്. യാ മോനെ, സൈബർ ട്രക്ക് കണ്ടോ? ചെക്കനെ കാണാൻ വന്നോണ്ടേ ഇങ്ങനൊരു സാധനം കൂടി എനിക്ക് കാണാൻ പറ്റി. ചെക്കന് കൊടുക്കത്തെ ഐശ്വര്യം കേട്ടോ. 24 ക്യാരറ്റ് ഗോൾഡ് കൊണ്ടുള്ള ടെസ്ല, അതും സൈബർ ട്രക്ക്. നിങ്ങളൊരു 500 രൂപയ്ക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുന്ന ലോട്ടറിയാണ് ഇത്. ഇത് കിട്ടുന്നവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അടിച്ചു മോനെ പൂട്ടാൻ ബമ്പർ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. എന്തായാലും ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ എൻ്റെ അവസാനത്തെ വ്ളോഗ്. ഓക്കെ, ഇനി അടുത്ത ദുബായ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.